തീർച്ചയായിട്ടും ശരിക്കും കക്കൂസ് മാലിന്യമാണ്. കക്കൂസ് മാലിന്യമാണ് കുറച്ച് നാളുകളായിട്ട് 10 വർഷത്തോളമായി ഈ ഫ്ളാറ്റ് പണി കഴിഞ്ഞ് ഇതിൽ താമസം തുടങ്ങിയിട്ട് 10 വർഷത്തോളമായെങ്കിലും 5 വർഷത്തോളമായി ലൈവായിട്ട് ഈ കക്കൂസ് മാലിന്യം ഇങ്ങോട്ട് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് 6 ടവറാണ്. കെന്റ് മഹലിന് 6 ടവറാണ്. 6 ടവറിൽ ഇന്ന് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല. 6 ടവറിൽ കൂടി 480 പേര് താമസിക്കുമ്പോൾ ആ 480 പേരിൽ 110 ഇതിലാണ് ഫാമിലി താമസിക്കുന്നുള്ളൂ. ബാക്കി ഇവിടുത്തെ ഒരു അസോസിയേഷൻ ഭാരവാഹികൾ കൂടി ഇതൊരു ബിസിനസ്സാക്കി കണ്ടുകൊണ്ട് ലണ്ടനിലും UK-യിലും അമേരിക്കയിലും സൗദി അറേബ്യയിലും ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഇത് ഓരോ ആളുകൾക്കും തല എണ്ണി കാശ് വാങ്ങിച്ചുകൊണ്ട് 4000-5000 മേടിച്ച് ഈ ഫ്ളാറ്റുകളിൽ കൊടുത്ത് താമസിപ്പിച്ച് ഏതാണ്ട് ഒരു 5000-ഓളം പേര് ഈ 6 ടവറിൽ കൂടി താമസിക്കുന്നുണ്ട്. അതിൽ പല ടൈപ്പ് ആളുകളുണ്ട്. ഇവർക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത രീതിയിലുള്ള ആളുകളുണ്ട്. പല കേസുകളിലും പ്രതിയായവരുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഫ്ളാറ്റിൽ നിന്നും ബാക്ക് വശത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കണം. ഇങ്ങോട്ട് കക്കൂസ് മാലിന്യം ഡയറക്റ്റായി തുറന്നിട്ടേക്കാണ്. ഇവർക്ക് ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല. ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലാതെ ഇവർ ഇതേ രീതിയിൽ ഈ സാധനം പുറത്തേക്ക് വിട്ട് ഇത് ഞങ്ങളുടെ കിണറുകളിലും കൈത്തോടുകളിലും ഞങ്ങളുടെ കിണറിലെ വെള്ളങ്ങൾ ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാത്തിലും ഈക്വളിൻ എല്ലാം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ. ആളുകൾക്ക് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു, മറ്റു മാറാരോഗങ്ങൾ പിടിക്കുന്നു. ഈ 2 ഡിവിഷനുകളിലെ ആശാ വർക്കർമാരോട് ചോദിച്ചറിയാം. രോഗികളുടെ കളിയാണ് ഇവിടെ. മരണപ്പെട്ടിരിക്കുന്നത് പലരും ക്യാൻസർ രോഗികൾ, ആമാശയത്തിൽ പ്രശ്നം, കുടലുകൾ പ്രശ്നം, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ. ഇപ്പോഴാണ് ഞങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷൻ കൌൺസിൽ ഇന്നത്തേക്ക് 23 ദിവസമായി സായാഹ്ന ധർണ തുടങ്ങിയിട്ട് ഇതിന് പലവരും വന്ന് കാണുന്നു, പലവരും ഇതുവേണ്ടി ശ്രമിക്കാമെന്ന് പോകുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്നത് വരെ ഈ കക്കൂസ് മാലിന്യം ഈ കരിങ്കല്ലുകെട്ടിന്റെ ഇടയിലൂടെ താഴത്തേക്ക് ജനവാസ മേഖലകളിലേക്ക് ഒഴുക്കി വിടുന്നത് നിർത്തിവെക്കാൻ പാടില്ലേ. വടവൂട് പുത്തൻകുരിശ് പഞ്ചായത്ത് ഒരു 10 ദിവസം മുമ്പ് ഒരാഴ്ചക്കുള്ളിൽ ഇതിന് തീരുമാനമുണ്ടാക്കണം. ഒരു തുള്ളി മാലിന്യം പുറത്തേക്ക് വിടരുന്നവർക്ക് ഇവരതൊന്നും മൈൻഡ് ചെയ്യാതെ കോടതിയെ സമീപിച്ച് കോടതിയിൽ ആദ്യമേ ഉണ്ടായിരുന്ന കേസ് 2 വ്യക്തികളുണ്ടായുള്ളൂ. ഇപ്പൊ ഞങ്ങൾ 6ഓളം പേരുകൾ അസോസിയേഷന്റെ പേരിലും അല്ലാതെ വ്യക്തിപരമായിട്ട് 6ഓളം പേരിൽ ഞങ്ങൾ അതിൽ കക്ഷി ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ പരാതി കൊടുത്തേക്കാണ്. അതിൽ കക്ഷി ചേർന്നപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് സ്ഥലം സന്ദർശിച്ചിട്ട് ഈ മാലിന്യം എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് നോക്കാൻ പറഞ്ഞ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ 2-3 ദിവസം മുമ്പ് വന്ന് കണ്ട് അവർക്ക് ബോധ്യപ്പെട്ട് ഇത് ജനവാസ മേഖലകളിലേക്കാണ് ഒഴുകുന്നത്, ഇത് വേറെ ഒരു സ്ഥലത്തേക്കുമല്ല, തനി കക്കൂസ് മാലിന്യമാണെന്നുള്ളത് ജില്ലാ കളക്ടർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ റിപ്പോർട്ട് കോടതിയിൽ വെച്ചിരിക്കുന്നു. പക്ഷെ അതുവരെ ഒരു വിധി വരുന്നത് വരെ, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ഒരു റിപ്പോർട്ട് വരുന്നത് വരെ, അല്ലെങ്കിൽ പഞ്ചായത്ത് പറഞ്ഞ വ്യവസ്ഥ ഒന്ന് പാലിച്ചുകൊണ്ട് ഈ മാലിന്യം ഒഴുക്കുന്നു നിർത്തിവെക്കാലോ. 22 ദിവസം ഞങ്ങൾ പണി കളഞ്ഞുകൊണ്ട് സായാഹ്ന ധർണയായിട്ട് അവിടെ നടത്തപ്പെടുന്നു. എല്ലാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഐക്യകണ്ഠേന നടത്തുന്ന സമരം. MP വന്ന് സ്ഥലം സന്ദർശിച്ചു. ഞങ്ങൾ ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ഈ പരാതികളെല്ലാം നിലനിൽക്കുമ്പോൾ ഞങ്ങളായിട്ട് ഈ വന്നവരെല്ലാം പറഞ്ഞു ഇത് കക്കൂസ് മാലിന്യമാണ് ഒഴുകുന്നത്, അന്ന് ഇത് നിർത്തിവെക്കാം, എന്നിട്ട് ഞങ്ങൾ ടാങ്കറിന് ഇത് കൊണ്ടുപോകാം, ഇതൊരു വിധി വരുന്നത് വരെ എന്നുള്ള ഒരു മര്യാദ പോലും കാണിക്കാതിരിക്കുമ്പോൾ ഞാനൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ ആശാ വർക്കർമാര് എല്ലാം വീടാന്തരം കയറി അവര് നമ്മുടെ വീടുകൾ ശുചിത്വം നോക്കുന്നു. ഹരിതകർമ്മസേനക്ക് നമ്മൾ മാസം 50 രൂപ കൊടുത്ത് പ്ലാസ്റ്റിക് മാലിന്യം കയറ്റിവിടുന്നു. ഇത്രയും വലിയ ഒരു ഞങ്ങളോട് കാണിക്കുന്ന ക്രൂരത, ഈ ക്രൂരത നമുക്ക് ഒരു രീതിയിൽ സഹിക്കാൻ പറ്റില്ല. കാരണം 6 വീടുകളിലെ കിണർ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പരിശോധിച്ച് 6ലും ഈക്വളി ഒരു രീതിയിലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ കിണറുകളും ഞങ്ങൾ കുടിവെള്ളം ടാങ്കറിന് കൊടുക്കുന്നു. അവര് ഒന്നും പറയുന്നില്ല. അവർ വളരെ മോശം. നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ അവർ നമുക്കെതിരെ കേസ് കൊടുക്കും. ഇതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന മിലി എന്ന് പറഞ്ഞ വ്യക്തി അവർ 12ഓളം കേസുകൾ ഓരോ വ്യക്തികൾക്കെതിരെ കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ 12ഓളം FIR ഇവർ പലർക്കുമെതിരെ ഇവരോട് ചോദ്യം ചെയ്താൽ അവർക്കെതിരെ കേസ് കൊടുക്കും. നിലവിൽ എനിക്കെതിരെ കേസ് കൊടുക്കാൻ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തെങ്കിലും സമരത്തിൽ നമ്മളെന്തെങ്കിലും ചോദ്യം ചെയ്താൽ, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. ആ രീതിയിലേക്ക് ഇവർ പോകുന്നു. ഒരു ഏകാധിപത്യ ഭരണം പോലെ കെന്റ് മഹൽ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും കൂടി അവരെ സംരക്ഷിച്ചോളണം എന്നുള്ള രീതിയിൽ. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ സമരം ചെയ്യണേ. ഞങ്ങൾ 23 ദിവസമായിട്ട് സമരം ചെയ്യുന്നത് ഇതൊന്ന് നിർത്തിവെക്കാൻ പറഞ്ഞാൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്നത് വരെ ഞങ്ങളുടെ സ്വകാര്യ ഭൂമികൾക്ക് കിണറിലേക്ക് ഒഴുക്കുന്നത് ഒന്ന് നിർത്തിവെക്കാൻ പറഞ്ഞിട്ട് പോലും അത് നടക്കുന്നില്ല. ഇത് ഈ പാവപ്പെട്ടവന്റെ വീട്ടിലെ പോത്ത് ഇന്നലെ ആ വെള്ളം കുടിച്ച് പുല്ല് നിന്നോടി ചത്തുപോയി, അവിടെ ചത്തു കിടന്ന് ഇന്നിപ്പോ അതിനെ കുഴിച്ചു കൂടിയിട്ട് ആ പാവം നിൽക്കണേ.
20,000 രൂപ കൊടുത്ത് മേടിച്ചതാ. ഈ ഒരു അവസ്ഥയിലേക്ക് നാട് പോയിട്ട് ഇതിന് ഒരു അധികാരികൾ, ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനോടൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇവിടെ അക്രമാസക്തമാവും സമരം. ഒരു സംശയമില്ല. 23 ദിവസമായിട്ട് ആളുകൾ അക്രമാസക്തമാവുകയാണ്. നമ്മളിത് പിടിച്ചു നിർത്തി ഇത്രയും നാളൊക്കെ നമ്മൾ നിന്ന്, പക്ഷെ ഇത് കൈവിട്ട് പോണ ഒരു അവസ്ഥയിലേക്കാണ്. അടിയന്തരമായി ഞങ്ങൾക്ക് ഇതിന് പരിഹാരമുണ്ടാവണം. ഈ ഒഴുക്ക് നിർത്തിവെക്കണം. എന്നിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്.